കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 34-ാമത് വാക്യം. പല കാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. ഈ വാക്യങ്ങൾ കണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അതിനകത്ത് ചക്കിട്ടു, അത് സ്തോത്രം വേരുകെട്ടി, ഗോപുരവും പണിതു കുടിയാന്മാരെ ഏൽപ്പിക്കുകയാണ്. അത് പാട്ടത്തിന് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ദൂരദേശത്തേക്ക് പോകുവാൻ പറഞ്ഞു. എന്നാൽ പല കാലം സമീപിച്ചപ്പോൾ ഈ സ്തോത്രം ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ തന്റെ ദാസന്മാരെ ഈ കുടിയാന്മാരുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടി? ഫലമെടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നതാണ് അല്ലെ. അങ്ങനെ ഫലമെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കുടിയാന്മാർ ഈ ദാസന്മാരിൽ ഒരുത്തനെ കൊന്നു, ഒരുത്തനെ തല്ലി, ഒരുത്തനെ കല്ലെറിഞ്ഞു. സ്തോത്രം. എന്താണ് ഈ ചിന്ത? പലപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ നട്ടുണ്ടാക്കുന്ന പലതും അനുഭവിക്കാൻ കഴിയാത്തൊരു ദുഃഖകരമായ അവസ്ഥ പലരുടെയും ജീവിതത്തിനകത്തുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഫലമില്ല. ഉപവസിക്കുന്നുണ്ട്, അതിന് റിസൾട്ടില്ല. അല്ല സ്തോത്രം. ശുശ്രൂഷാവൃന്ദത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, നമ്മൾ പലപ്പോഴും അധ്വാനിക്കുന്നവരാണ് കഠിനമായിട്ടല്ലേ. അല്ല സ്തോത്രം. അധ്വാനിക്കാത്ത പലരും, ഇല്ലെങ്കിൽ ഒരു അധ്വാനവും നടത്താത്ത പലരും ആ സ്ഥാനങ്ങളോ മാന്യതകളോ പദവികളോ അവർക്ക് ലഭിക്കുന്ന സമയത്ത് ഒരു സഭയ്ക്ക് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി രാപ്പകലില്ലാതെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും നിലവിളിച്ചും വിസിറ്റിംഗ് നടത്തിയൊക്കെ നമ്മൾ പലപ്പോഴും പലതും ചെയ്യാറുണ്ടല്ലേ. പക്ഷെ വേണ്ട വിധത്തിൽ ഒരു ഫലം നമുക്ക് ലഭ്യമാകുന്നില്ലല്ലോ എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ ഭാരപ്പെടുത്താറുണ്ട്. ഇവിടെയും ഇത് തന്നെയാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? സ്തോത്രം. ചക്ക് കുഴിച്ചിട്ടു, ഗോപുരം പണിതു, വേലി കെട്ടി, ഇതൊക്കെ ചെയ്തു കുടിയാന്മാരെ പാട്ടത്തിനേൽപ്പിച്ചു പോയതാണ്. സ്തോത്രം. ഫലകാലം സമീപിച്ചപ്പോൾ ഇതെങ്ങനെ മനസ്സിലായേ? ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയ ഉടമസ്ഥൻ അറിയാം എന്നാണ് അതിൻ്റെ ഫലകാലമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ നട്ടവന് അറിയാം, സഭയെ നട്ട ദൈവത്തിന് അറിയാം, അല്ല ദേശത്തിൽ നിന്നെ ദൈവം വെച്ച ദൈവത്തിന് അറിയാം നീ എപ്പോഴാ ഫലം കായ്ക്കുന്നെന്ന്. ആ ഫലം പ്രാപിപ്പാൻ, ഇല്ലെങ്കിൽ ആ ഫലം എടുക്കുവാൻ വേണ്ടി അവൻ ഒരിക്കൽ നമ്മുടെ അടുക്കൽ സ്തോത്രം കടന്നു വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ മനുഷ്യൻ ഫലമെടുക്കുവാൻ വേണ്ടി ദാസന്മാരെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ ഈ കുടിയാന്മാരെന്ത് ചെയ്യുന്നു? അവരെ ഉപദ്രവിച്ച് പറഞ്ഞു വിടുന്ന ഒരു മേഖല ഉണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, എന്താണ് എൻ്റെ അർത്ഥം? ഈ ഉടമസ്ഥന്റെ അടുക്കലേക്ക് ഫലം എന്ത് ചെയ്യരുത്? എത്തിച്ചേരാൻ പാടില്ല എന്നുള്ള ചിന്തയായിരുന്നു അവരെ സ്തോത്രം ആ പ്രവൃത്തിയിലേക്ക് അവരെ നടത്തുവാൻ തക്കവണ്ണം ഇടവന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പിന്നെയും ഒരു കൂട്ടരെ അയക്കുന്നുണ്ട് അല്ലേ. സ്തോത്രം. അവരോടും അങ്ങനെ തന്നെ കുടിയാന്മാർ ചെയ്തു. അടുത്ത ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യം തന്നെ മകനെ അങ്ങോട്ട് അയക്കുകയാണ്. സ്തോത്രം. ആ മകനെയും കണ്ടിട്ട് കുടിയാന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ അവകാശിയാണ്, ഇവനെ നാം എന്ത് ചെയ്യുക? കൊന്നുകളയുക എന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടും. സ്തോത്രം. പിന്നെയാണ് ഈ യജമാനൻ, ഇല്ലെങ്കിൽ ഈ മനുഷ്യനൊരു ബോധം വരുന്നത്. അവൻ വന്ന് സ്തോത്രം അല്ലെങ്കിൽ ആ വല്ലാത്ത കുടിയാന്മാരെ നിഗ്രഹിച്ചിട്ട് ആ അനുഭവം കൊടുക്കുന്ന കുടിയാന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഫലം സ്തോത്രം, നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ, നമ്മൾ അനുഭവിക്കേണ്ട വിടുതലുകൾ, അത് പലപ്പോഴും നമ്മളിലേക്ക് എത്തിച്ചേരാതിരിപ്പാൻ തക്കവണ്ണം ശത്രുവായവൻ കുടിയാന്മാരുടെ രൂപത്തിൽ നമുക്കതിൽ നിലകൊള്ളുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ള കുടിയാന്മാരെ നശിപ്പിക്കുന്ന ഒരു യജമാനൻ നമുക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആ അവകാശങ്ങൾ, വിടുതലുകൾ, വാഗ്ദത്തങ്ങൾ, നന്മകൾ നിങ്ങളെടുക്കൽ എത്താതിരിപ്പാൻ തക്കവണ്ണമുള്ള തരത്തിൽ ശത്രുവായവൻ നിങ്ങൾക്കെതിരെ പോരാടുന്നുവെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു യജമാനൻ നമുക്കുണ്ട്. ആ യജമാനന്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തക്ക സമയത്ത് ദൈവം പ്രതിഫലങ്ങളും വിശാലതകളും ഫലകരമായ അനുഭവങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം കർത്താവിടെ വരുത്തട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചരങ്ങളിൽ മറയ്ക്കണമേ. കൃപ കൂടെ ഇരുന്നാട്ട് മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.